2016 ജനുവരി മാസത്തിൽ നമ്മുടെ രാജ്യത്ത് മുഴുവൻ BJP സർക്കാരിനെതിരെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ആത്മഹത്യാശ്രമവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി. ഇടതുപക്ഷം തുടങ്ങി സർവ്വ അലവലാദികളും. രോഹിത് വെമുല ഹൈദരാബാദിലെ ഒരു വിദ്യാർത്ഥി അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അത് ഹിന്ദു തീവ്രവാദികളുടെ ഫാസിസ്റ്റുകളുടെ ശ്രമഫലമായിരുന്നു. ദളിത് പീഡനം എന്നൊക്കെ പറഞ്ഞു വലിയ രാജ്യവ്യാപകമായ പ്രക്ഷോഭമായിരുന്നു. ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ കേസിൽ ഇന്ന് ക്ലോഷർ റിപ്പോർട്ട് തെലങ്കാന ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്തിട്ടുണ്ട്. കേസന്വേഷണം അവസാനിക്കുകയാണ്. അതിൽ പറയുന്നത് കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രോഹിത് വെമുല ദലിത് ആയിരുന്നില്ല, SC ആയിരുന്നില്ല. അദ്ദേഹം SC ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് ഈ ത്രൂ ഔട്ട് ഈ വിദ്യാഭ്യാസത്തിൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതായത് ദളിതനല്ലാത്ത രോഹിത് വെമുല വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ദളിതിനുള്ള ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ്. അതെ, അത് അദ്ദേഹത്തിൻ്റെ അമ്മ രാധിക ആണ് ആ വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത് എന്നും ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആത്മഹത്യ പ്രേരണ പോലും സെക്ഷൻ 306 ആത്മഹത്യ പ്രേരണ പോലും ഇതിൽ നിലനിൽക്കുന്നതല്ല. കാരണം ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിയൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുവോ എന്നുള്ള സംശയമാണ്. കാരണം അന്വേഷണങ്ങളൊക്കെ ആ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, പേടികൊണ്ട് ചെയ്തതാണ്. അതിന് BJPക്കാർ RSSകാരുടെ തലയിലിട്ടു. അതെ, പേടി കൊണ്ട് ചെയ്തതാണ്. അമ്മയാണ് SC സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത്. പിന്നെ ഇവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാധിക ഈ മാല വധേറ എന്ന് പറയുന്ന SC സമുദായത്തിൽ പെട്ടതാണെന്നാണ് അവർ അവകാശപ്പെട്ടത്. പക്ഷെ അവർ പറഞ്ഞതിലൊരു കുഴപ്പമുണ്ടായിരുന്നു. അവരൊരു OBC കുടുംബമാണ് അവരെ വളർത്തിയത് എന്നും ഈ രാധിക പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഈ ഭർത്താവ് മണികുമാർ, ഈ രോഹിത് വെമുലയുടെ അച്ഛൻ മണികുമാർ ഇവരെ ഉപേക്ഷിച്ചിരുന്നു. അവരൊന്നിച്ചല്ല ജീവിച്ചിരുന്നത്. പക്ഷെ ഉപേക്ഷിച്ചതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് ഞാനൊരു ദലിതാന്ന് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് പോയി എന്നായിരുന്നു അവർ പറഞ്ഞിരുന്ന കഥ. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ DNA നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ രാധിക വിസമ്മതിച്ചു എന്ന് ക്ലോഷർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ ഓരോരുത്തരും. കാരണം ഒരു കുടുംബത്തിലെ വളർത്തു മകളാണെന്നല്ലേ അവർ പറയുന്നത്. അല്ല, അപ്പോൾ ഈ വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് തുടർ നടപടി ഉണ്ടാവില്ലേ? അതുണ്ടാവുമല്ലോ. തുടർ നടപടി അതിന് മാത്രം ആകണമെന്നില്ലല്ലോ. പലരെയും ഈ ഇദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുകയോ മറ്റോ ഒക്കെ ചെയ്തിരുന്നു. പഠിത്തത്തിലല്ലാതെ വേറെ കാര്യങ്ങളിലൊക്കെ ഈ പ്രതിഷേധയോഗോ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞു വലിയ പ്രക്ഷോഭമായിരുന്നില്ല അവിടെ. നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ വരെ ഈ നമ്മുടെ അല്ല, ഞാൻ പറഞ്ഞത് ഈ രോഹിത് അങ്ങനത്തെ സംഭവത്തിലൊക്കെ പോയി ചെന്നൊക്കെ പെട്ടിരുന്നു. പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെ കേരളവർമ്മ കോളേജിൽ, എറണാകുളത്ത് മഹാരാജാസിൽ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ രോഹിത് വെമുല ദളിതനെ പഠിക്കാൻ അനുവദിക്കാതെ ജസ്റ്റിസ് ഫോർ രോഹിത് വെമുല ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി അതിന്റെ ഭാഗമായിരുന്നു. അതെ. അപ്പോൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് മേടിച്ച് ഉണ്ടാക്കിയ ഒരാളായിരുന്നു ഇയാൾ. അത് എക്സ്പോസ്ഡ് ആവും എന്ന് വന്നപ്പോൾ നടത്തിയ ഒരു ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. 2016 ജസ്റ്റിസ് ഫോർ വെമുല ക്യാമ്പയിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഇത് മോദി വന്നിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂ. 2016 എന്ന് പറയുമ്പോൾ അതെ പൊളിറ്റിക്കലി അതാണ്. അപ്പോൾ ആ പൊളിറ്റിക്സിനെതിരായിട്ടുള്ള പരിപാടിയായിട്ട് ഇത് ഉപയോഗിക്കുകയാണ് ചെയ്തത് BJP സർക്കാർ കാലത്ത്. ദളിതർക്ക് രക്ഷയില്ല എന്ന് പറയാം. എന്നിട്ട് ഈ ജോഡോ യാത്ര നടന്നില്ലേ, ഭാരത് ജോഡോ യാത്ര. അപ്പോൾ രാഹുൽ ഗാന്ധി പോയി വെമുലയുടെ വീട്ടിൽ പോയിട്ട് രാധികയെ കണ്ടു. എന്നിട്ട് കോൺഗ്രസിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. ഞങ്ങളുടെ ഒരു പ്രവർത്തകയാവൂ കോൺഗ്രസ്. ആവശ്യം പോലെയുള്ള വ്യാജ സാധനങ്ങൾ ഉണ്ടാക്കാൻ നല്ല പരിചയമുണ്ടല്ലോ. അതെ. അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് ഈ രാഹുൽ ഗാന്ധി. അപ്പോൾ ഇതിനൊക്കെ ഇവർ മറ്റേ ഒത്താശ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ഒത്താശ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതികളായിരുന്നവർ
നമ്മുടെ സെക്കൻഡറാബാദ് MP ബണ്ടാരു ദത്താത്രേയ ഇതിൽ പ്രതിസ്ഥാനത്ത് വന്നത് ഈ കൊന്നതാണെന്നും പറഞ്ഞിട്ട് കെട്ടിത്തൂക്കിയതാന്നൊക്കെ N. രാമേന്ദ്ര റാവു ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം, വൈസ് ചാൻസലർ അപ്പ റാവു, പിന്നെ കുറേ ABVPയുടെ പ്രവർത്തകന്മാര്, പിന്നെ സ്മൃതി ഇറാനി, ഇത്രയും പേരൊക്കെ ഈ സ്മൃതി ഇറാനി അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു, ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് അതിഭീകരമായ ഒരു പ്രചാരണം അഴിച്ചുവിട്ടത്. ഒരു ദലിത് ആത്മഹത്യ ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ഈ വൈസ് ചാൻസലർക്ക് ഒരു കത്തെഴുതിയിരുന്നു, പക്ഷെ അത് ആത്മഹത്യയെ സംബന്ധിച്ചിട്ടുള്ള കത്തൊന്നുമല്ല, വളരെ മുമ്പാണ്. ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലായിരുന്നു താനും. ഞാൻ ഇന്ന കാരണം കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഓരോ മുറിയിലും മറ്റേ സോഡിയം അസൈഡ് വെക്കണം, പിന്നെ അംബേദ്കറെ പറ്റി സംസാരിക്കുന്നവരോടൊക്കെ വിരോധം ഉണ്ടെങ്കിൽ ഓരോ മുറിയിലും കയറ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈസ് ചാൻസലർക്കുള്ള കത്ത്. അത് ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, അതിന് മുമ്പുള്ള ഒരു പരിഹാസ കത്താണ്. ഈ രോഹിത് നമ്മുടെ നാട്ടിൽ പോലും ദളിത് ആക്ടിവിസ്റ്റുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്, രോഹിത് വെമുല എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ദളിതന്റെ അവകാശങ്ങൾ തട്ടിയെടുത്ത ഒരു വ്യാജനായിരുന്നു ഈ രോഹിത് വെമുല. ഞാനും ഈ രോഹിത് വ്യാജനായിരുന്നു എന്ന് ഇപ്പൊ പറഞ്ഞാലും ആളുകൾ പൊട്ടിത്തെറിക്കാറുണ്ട് നമ്മുടെ നേരെ. അതങ്ങനെയല്ല, അത് ദലിത് തന്നെ. ഇത് ദലിതല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അക്കാലത്തും പലരും പറഞ്ഞിരുന്നു. അത് എടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഈ മുഖ്യധാര മാധ്യമങ്ങൾ മോദിക്കെതിരെ പ്രയോഗിക്കാവുന്ന ഒരു ആയുധം പോയില്ലേ, മുഖ്യധാര ചാനലുകൾ. അതെ അതെ, ഒന്നും എടുക്കാൻ അല്ല. ഇപ്പൊ ഈ ക്ലോഷർ റിപ്പോർട്ട് വന്ന് പോലീസ് ഈ കേസന്വേഷണം അവസാനിപ്പിച്ച് ഇത് വ്യാജമായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് പുറം ലോകം അറിയുമെന്ന് വന്നപ്പോൾ അങ്ങനെയാണ് മരണത്തിലേക്ക് പോയത് എന്ന് ലോകം അറിഞ്ഞാൽ ഇതുവരെ ഇതിൻ്റെ പേരിൽ നിലവിളിച്ച മാധ്യമങ്ങളും സംഘടനകളും ഒക്കെ എന്ത് പറയും? അവരും പറയും വ്യാജ റിപ്പോർട്ട് റിപ്പോർട്ട് ആണ് വ്യാജം. അതെ, ഈ റിപ്പോർട്ടാണ്. പക്ഷെ ഓർക്കേണ്ടത് എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് തന്നെയല്ലേ അതെ അതെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നതും. അതെ, ഭരിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോഴും കോൺഗ്രസ് വന്നിട്ട് കുറച്ച് മാസമല്ലേ ആയിട്ട്. അല്ല, ഞാൻ ആലോചിക്കുകയാണ് സാർ, അതായത് നരേന്ദ്രമോദി എന്നൊരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി എന്നതിൻ്റെ പേരിൽ എവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പേരിൽ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഉണ്ടാക്കി അതിൽ സവർണ ഫാസിസം എന്ന് പറഞ്ഞ് അത് അറ്റാക്ക് ചെയ്യുന്ന ഒരു നികൃഷ്ടമായ സംസ്കാരം നമ്മുടെ രാജ്യത്ത് പടർന്നു പന്തിരിക്കുക. അത് പൊളിഞ്ഞു വീണാൽ പോലും ഇന്നലെ പറഞ്ഞ കള്ളക്കഥകൾ വെറും കളവായിരുന്നു, ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അതിൻ്റെ പേരിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറയാം, തിരുത്തുന്നു എന്ന് പറയാം. നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമം മുന്നോട്ട് വരുന്നത് മാധ്യമരംഗം ഒരു തരത്തിലുള്ള വ്യഭിചാരമായി മാറി അല്ലേ? അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ന്യൂസ് ക്ലിക്കിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലോ, വയർ, ഇങ്ങനെ ഓൺലൈനിലാണല്ലോ ഇപ്പോൾ കൂടുതൽ യുവാക്കളൊക്കെ വായിക്കുന്നത്. ഓൺലൈനിൽ ഇങ്ങനെ വിദേശ ഫണ്ടിങ്ങുള്ള ഒരുപാട് സാധനങ്ങൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഡൽഹി ആസ്ഥാനമായിട്ട് തന്നെ ഒരു ചൈനക്കാരൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്റ്റാർട്ടപ്പുകളിലെ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള ഓൺലൈൻ മാഗസീൻസ് ഉണ്ട്, ആ മാഗസീൻസ് ഫണ്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പുകളിൽ തന്നെ ചൈനീസ് ഫണ്ടുകൾ വലിയ തോതിൽ വന്നു. അങ്ങനെയാണ് ഇവിടെ പല സ്റ്റാർട്ടപ്പുകളും യൂണിക്കോണുകളൊക്കെ ആയിട്ട് മാറിയത്, 100 കോടി നിക്ഷേപം ആസ്തിയൊക്കെ ഉള്ളതായിട്ടൊക്കെ മാറിയിരുന്നത്. അങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് കേന്ദ്രം ഈ ചൈനീസ് ഫണ്ടിങ്ങിൽ ക്ലിപ്പിട്ടത്. അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ. അല്ല, ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലെ ചില സർവകലാശാലകളിൽ സമരം നടക്കുന്നത്, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെയാണോ അതോ മിനിഞ്ഞാന്ന് രാവിലെയാണോ എന്നറിയില്ല, രാവിലെ നമസ്തേ കേരളത്തിൽ അബ്ജോദാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലൊക്കെ സമരം നടക്കുന്നു. ആ സമരത്തിൽ ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുണ്ട്, ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ പകുതിയിലേറെയും വിദ്യാർത്ഥികളല്ല പുറത്തു നിന്നുള്ളവരാണ് എന്നുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട് അമേരിക്കൻ ഭരണകൂടം. ബൈഡൻ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് സമരം ചെയ്യാനൊക്കെ അവകാശമുണ്ട്, അക്രമം കാണിക്കരുത്. രണ്ടാമത് നിങ്ങളൊക്കെ എന്ത് തുള്ളിയാലും ഇവിടുത്തെ അമേരിക്കയുടെ നയം ഒന്നും മാറാൻ പോണില്ല, നയം മാറ്റം ഒന്നുമില്ല എന്ന് വളരെ ക്ലിയറായി പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞിട്ട് അബ്ജോദ് പറയുകയാണ്, അമേരിക്കയിലെ ക്യാമ്പസുകളിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുകയാണ്, അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നടക്കുന്ന കലാപം പോലെ മിനിമം കേരളത്തിലെ ക്യാമ്പസുകളിലെങ്കിലും കലാപം ഉണ്ടാവണം. ആർക്ക് വേണ്ടിയിട്ട്? ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേലിനെതിരെ ഹമാസിന് വേണ്ടി ഇവിടെയും കലാപം ഉണ്ടാവണമെന്ന് നിർലജ്ജം
ഒരവതാരകൻ ആഹ്വാനം ചെയ്യുകയാണ്, സത്യത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. അതെ 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 അതെ, പഴയ SFI ഓർമ്മകൾ അതെ അതെ തികട്ടി വരികയാണ്. കഷ്ടമാണതൊക്കെ. കാരണം എന്താന്ന് വെച്ചാൽ അല്ല, അക്കൂട്ടത്തിൽ പറയാം സാർ, മനോരമ, പേരൊന്നും പറയുന്നില്ല, ഏഷ്യാനെറ്റ്, കൈരളി അടക്കമുള്ള ചാനലുകൾ ഈ പറഞ്ഞ രോഹിത് വെമുലയ്ക്ക് വേണ്ടി എന്തുമാത്രം കണ്ണീരൊഴുക്കിയതാണ്, എത്രമാത്രം മോദി വിരുദ്ധത, മോദിയെ തെറി പറയൽ എത്രമാത്രം നടത്തിയതാണ്. മോദി വന്ന് കെട്ടിത്തൂക്കിയ തരത്തിലായിരുന്നു പ്രചാരണം. അവരെന്തു പറയും? ഇത് വേണ്ടത്ര സമയമെടുത്തിട്ടാണ് അന്വേഷിച്ചിരിക്കുന്നത്. കാരണം 8 കൊല്ലമായില്ലേ, ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ. BJP ഭരണത്തിലാണെങ്കിൽ തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്ന് പറയാമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് സാർ, ഈ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഓർക്കും ഇവനൊക്കെ എന്ത് എമ്പൊക്കിത്തരമാണ് ഇതിനു മുമ്പ് പറഞ്ഞതെന്ന്. ഇതിന് രാഷ്ട്രീയ ഗുണം എന്താന്ന് വെച്ചാൽ മെയ് 13-ാം തീയതി തെരഞ്ഞെടുപ്പ് അവിടെ തെലങ്കാനയിൽ. അപ്പോഴെങ്കിലും ഈ സത്യം വെളിവായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമല്ലോ, ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കാമല്ലോ. കോൺഗ്രസ്സുകാർ എത്രമാത്രം കാപട്യമാണ് അവരുടെ ഈ ഡിസ്കോഴ്സുകളിൽ, സംഭാഷണങ്ങളിൽ, ആശയ സംവാദങ്ങളിലൊക്കെ പ്രയോഗിക്കുന്നത് എന്നുള്ളത് അവർക്ക് വ്യക്തമാണ്. ഏതായാലും ഞാൻ വയലാറിൻ്റെ പാട്ട് ഓർക്കുകയാണ്, സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം. അത് ഹിരൺമയേന പാത്രേണ എന്ന് പറഞ്ഞിട്ട് സംസ്കൃത ശ്ലോകം ആണല്ലോ, സിനിമാ പാട്ടാക്കിയതാണ്. അതുകൊണ്ട് വയലാറിന് കൊടുക്കണ്ടല്ലേ? അതെ, സ്വർണ്ണ പാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും. അതെ അതെ. അപ്പോൾ അത് വയലാറിനെ പിൻവലിച്ച് സംസ്കൃതത്തിൽ എവിടെയാണെന്ന് എനിക്കറിയില്ല, ആ കോട്ട എവിടെ നിന്നാണെന്ന്. ഏതായാലും സത്യം എത്ര കാലം കഴിഞ്ഞാലും പുറത്തു വരും. രോഹിത് വെമുല ഒരു വ്യാജനായിരുന്നു, അതൊരു കള്ളക്കഥയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.